എന്നാ ഇപ്പൊ ശരിയായിട്ടരാ. വളരെ സിമ്പിളായ കഥയും ആർക്കും മനസ്സിലാകുന്ന ആഖ്യാനവും നല്ല പ്രകടനങ്ങളും ഞെട്ടലും ഭയവും എസ്രയെ മികച്ച ഒരു സൃഷ്ടിയാക്കുന്നു. മലയാളത്തിൽ ഭാർഗവി നിലയം കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ആയ ഒരു ഹൊറർ ഫിലിമാണ് എസ്ര. എക്സ്രയെ മലയാളത്തിലെ മികച്ച ഹൊറർ ചിത്രമെന്ന് ധൈര്യമായി വിളിക്കാം. കാരണം അത്രയ്ക്ക് മികച്ച ചിത്രമാണ് എസ്ര. പൃഥ്വിരാജ് നായകനാകുന്ന ഒരു ഹൊറർ ചിത്രം എന്ന് പറയുമ്പോൾ തന്നെ പ്രതീക്ഷകൾ കൂടും. അത് നേരാണ്. സാധാരണഗതിയിൽ രണ്ടാംകിട നായകന്മാരെ വെച്ചാണ് കൂടുതൽ ഹൊറർ ചിത്രങ്ങളും വരാറ്. തീയും കണ്ടുമടുത്ത പൂജാക്കളങ്ങളും മന്ത്രവാദവും മാറ്റി ഒരു ജൂതവിശ്വാസത്തിന്റെ ടച്ച് കൊണ്ടുവന്നത് നന്നായി. ജൂതവിശ്വാസത്തെപ്പറ്റിയും ഡീബുക്ക് ബോക്സിനെ പറ്റിയും കൂടുതൽ അറിയാൻ പറ്റി. ചിത്രത്തെപ്പറ്റി കൂടുതൽ പറയുന്നത് ചിത്രത്തിന്റെ ആസ്വാദനത്തെ ബാധിക്കും. എന്തെന്നാൽ ഒന്നും തന്നെ പറയാൻ പറ്റാത്ത ഒരു കഥയാണ് എസ്രയുടേത്. അനുഭവിച്ചറിയേണ്ട ഒന്നാണത്. പ്രകടനം നോക്കിയാൽ പൃഥ്വിരാജ് മികച്ചു നിന്നു. എന്തുകൊണ്ട് ഇന്ന് അദ്ദേഹം ഇത്രയധികം ആരാധകരെ നേടിക്കഴിഞ്ഞു എന്നത് ഈ സ്ക്രിപ്റ്റ് പറയും. പ്രിയാനന്ദ് വളരെ നല്ല പ്രകടനമായിരുന്നു. ടോവിനോയുടെ ഫാൻസ് പവർ ഇന്നറിയാൻ കഴിഞ്ഞു. എന്താ കയ്യടി. ACP ആയി നല്ല പ്രകടനം. പിന്നെ സുജിത് ശങ്കർ, അദ്ദേഹം ഞെട്ടിച്ചു കളഞ്ഞു. അഭിനയിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കഥാപാത്രം. ടെക്നിക്കൽ സൈഡ് പറഞ്ഞാൽ സുജിത് വാസുദേവന്റെ ക്യാമറ വർക്ക് മികച്ചു നിന്നു. ഇന്ന് മലയാളത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ക്യാമറാമാൻ. ഒരു നല്ല ഡാർക്ക് ഫീൽ നൽകുന്ന BGM. ഒരു ഹൊറർ ചിത്രത്തിന് ചേരുന്ന ഒന്ന്. ചിത്രത്തിലെ 3 പാട്ടുകൾ കൃത്യമായ സ്ഥലത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നു. നാം വലിയ ശബ്ദം മൂലം പേടിക്കും എന്ന് ഉറപ്പുള്ള രംഗങ്ങൾ. പ്രതീക്ഷിച്ചിരുന്നാൽ പേടി വരില്ല. പക്ഷേ അത് കൂടാതെ തിരക്കഥയനുസരിച്ച് നമ്മെ പേടിപ്പിക്കുന്ന കുറെ രംഗങ്ങൾ എസ്രയിലുണ്ട്. രണ്ടാം പകുതിയിൽ ആ ഭീതി പിടിമുറുക്കും. ചിത്രത്തിന്റെ അവസാന 30 മിനിറ്റ് കയ്യടിയും സംതൃപ്തിയും നൽകുന്ന ഒന്നാണ്. അതുവരെ കണ്ടതെല്ലാം മാറ്റിമറിക്കുന്ന ഒന്ന്. അവസാനം ക്ലൈമാക്സിൽ ഒരു കിടിലൻ ട്വിസ്റ്റും. തന്റെ ആദ്യ ചിത്രത്തിൽ തന്നെ ഒരു വിസ്മയം തീർക്കാൻ ജയകൃഷ്ണന് സാധിച്ചു. നല്ല ഒരു തിയേറ്ററിൽ പോയി അനുഭവിച്ചറിയേണ്ട ഒന്നാണ് എസ്ര. കുറെ ആളുകളുടെ കുറെ നാളത്തെ കഷ്ടപ്പാട് കേവലം സംഖ്യയിൽ ഒതുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ റേറ്റിംഗ് ഇടുന്നില്ല. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.